ഇന്ന് നമുക്ക് എൻ്റെ വീക്കിലി സ്കിൻ ആൻഡ് ഹെയർ കെയർ റുട്ടീൻ നോക്കിയാലോ. നമ്മളെല്ലാവരും ജോലി തിരക്കായിട്ടും അതേപോലെ ക്ലാസ്സൊക്കെ ആയിട്ടും ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് വീക്കിലി വൺസ് എങ്കിലും നമ്മൾ നമ്മുടെ ഹെയറിനും അതേപോലെ സ്കിന്നിനും ഹെൽത്തിനൊക്കെ വേണ്ടി കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം. ഞാൻ അങ്ങനെ മാറ്റി വെച്ചൊരു ടൈം ആട്ടോ. അതുകൂടാണ്ട് എനിക്ക് നാളെ എക്സാമും കൂടിയാണ്, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇത്ര തോരെ ഇതൊക്കെ ചെയ്യാൻ. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഹെയറിൽ നല്ലപോലെ ഓയിലിടും. എനിക്കിങ്ങനെ ഡീപ്പ് ഓയിലിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആട്ടോ യൂട്യൂബിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കുറേ പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കാണുന്നതിൽ ഒരു 10% ആൾക്കാർ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലാട്ടോ ഓയിൽ എടുക്കുന്നത്. കാരണം അങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റൂട്ട്സിലോട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ഹെഡ് മസാജർ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലെങ്ത്തിൽ ആ ഓയിലല്ല കേട്ടോ തേക്കുന്നത്, കോക്കനട്ട് ഓയിലാണ് തേക്കുന്നത്. കാരണം അത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ലെങ്ത്തിൽ ഞാൻ ജസ്റ്റ് കോക്കനട്ട് ഓയിൽ തേക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓയിൽ തേച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷാമ്പൂ ഒക്കെ ചെയ്യുമ്പോൾ ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ വേറെ തലയിൽ റൂട്ട്സിൽ തേച്ചില്ലെങ്കിലും ലെങ്ത്തിൽ എന്തായാലും ഓയിൽ തേക്കാറുണ്ട് എപ്പോഴും. അത് കഴിഞ്ഞ് ഞാനൊരു മാസ്ക് ആട്ടോ ഇടുന്നത്. ഈ മാസ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു മാസ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്മൂത്തനിങ് മാസ്ക് ആട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ലെങ്ത്തിലാണ് ഇടുന്നത്, റൂട്ട്സിനേക്കാളും കൂടുതൽ. നിങ്ങൾക്ക് റൂട്ട്സിൽ ഇടണമെങ്കിൽ ഇടാം. ഞാൻ എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് മൊത്തം റൂട്ട്സിലിടുന്നില്ല, ലെങ്ത്തിലാണ് ഇടുന്നത്. അത് കഴിഞ്ഞൊരു 30-35 മിനിറ്റോളം നമ്മളിത് തലയിൽ വയ്ക്കുക. പിന്നെ ഞാൻ മുഖം ഈ ഒരു ഫേസ് വാഷ് വെച്ച് കഴുകിയതിന് ശേഷം സ്ക്രബ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സ്ക്രബ് അടിപൊളിയാണ്, ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ വീക്കിലി സ്ക്രബ് ഇട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യും. അപ്പോൾ എൻ്റെ ഡെഡ് സ്കിന്നൊക്കെ നല്ലപോലെ പോവും. നല്ലൊരു ഗ്ലോ എഫക്റ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുവേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ആലോവേറ ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഇന്ന് ഫേസ് മൊത്തം ഷേവ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ഇത് വീക്കിലി ചെയ്യണം എന്നൊന്നുമില്ല, മന്ത്ലി ചെയ്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് അധികം ചെയ്തിട്ട് അതായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഫോൾഡബിൾ ആയിട്ടുള്ള റേസേഴ്സ് ആട്ടോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കുറച്ചും കൂടി ക്യാരി ചെയ്യാനും നല്ലത്. പിന്നെ പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കത്തില്ല. മറ്റേൻ്റെ ക്യാപ്പ് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. ഫേഷ്യൽ ഓയിലും യൂസ് ചെയ്ത് റേസ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ആലോവേറ ജെൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ ആക്നി പ്രോൺ ആയതുകൊണ്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് കുരു വരാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓയിലല്ല ഇടാറ്, ജെല്ലാണ് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞ് അതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മുൾട്ടാനി മുട്ടിയുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ അത്യാവശ്യം ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് മുൾട്ടാനി മുട്ടിയുടെ പാക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ലപോലെ കൺട്രോൾ ചെയ്യും ഓയിലൊക്കെ. നിങ്ങൾക്ക് അതേപോലെ തന്നെ ആക്നിക്ക് വരുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മുൾട്ടാനി മുട്ടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്ത ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാൻ ശ്രമിക്കുക. അധികം പൊട്ട മേടിച്ച് കഴിഞ്ഞാൽ അതും എഫക്റ്റീവായിട്ട് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റെക്കഗ്നൈസ് ആയിട്ട് മേടിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ ലിപ്സിൽ ഈ ഒരു സ്ക്രബായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ DIYയും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ബോഡിയിലൊക്കെ ഈ ഒരു നാൽപ്പാമരാതി തൈലമാട്ടോ തേക്കുന്നത്. ഇത് അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് നല്ല സൺടാനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും റെഡ്യൂസ് ചെയ്യാം. റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മതി. ഞാൻ ഒത്തിരി ആളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഓയിലിടുന്ന ഇഷ്ടമാണ് ബോഡിയിലൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു ഫേസ് പാക്ക് മൊത്തം കഴുകി കളയുക. അത് കഴിഞ്ഞ് ആദ്യം തന്നെ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആക്കും, അതേപോലെ ഡാമേജും ആക്കും. ഇതേപോലെ ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ഒരു നറിഷിങ് ആയിട്ടുള്ള ഷാമ്പൂവും അതേപോലെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബോഡി വാഷായിട്ട് ഉപയോഗിക്കുന്നത്. കുളി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഗ്ലോ ആയി ഫേസ്. പിന്നെ ഞാൻ ഫേസിൽ ഈ ഒരു കോജിക് ആസിഡിൻ്റെ സെറമാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഫോക്സ്ടെയിലിൻ്റെ ഒരു നിയാസിനമൈഡ് സെറം യൂസ് ചെയ്തിരുന്നു. അതും നല്ലതാണ്. പക്ഷെ എനിക്ക് ഇത് ഇച്ചിരി കൂടി ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ ഇങ്ങനെ വാട്ടറി കൺസിസ്റ്റൻസിയാണ് എനിക്ക് അങ്ങനത്തെ കൂടുതൽ താല്പര്യം. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഹെയർ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായി, നമുക്കിങ്ങനെ കൈ എടുക്കാനേ തോന്നത്തില്ല. അതുമാതിരി നല്ലപോലെ സോഫ്റ്റായി കിടക്കും. എനിക്ക് കൂടുതലിങ്ങനെ എന്താ പറയുക, ഞാൻ കൂടുതൽ ലെങ്ത്തിനേക്കാളും ഫോക്കസ് ചെയ്യുന്ന ഹെയറിൻ്റെ ഹെൽത്താട്ടോ. ഞാൻ ഈ ഒരു സെറം എനിക്ക് ഇടുന്ന വലിയ താല്പര്യമല്ലാത്ത കാര്യമാണ്. എങ്കിലും ഇങ്ങനെ കുളിക്കുന്ന ടൈമിലാണ് ഞാൻ ആകെ സെറം യൂസ് ചെയ്യാറ്. ആ കുഞ്ഞു കുപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒട്ടും സെറം യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഇത് കോംബ് ചെയ്തിട്ടതിന് ശേഷം നോക്കിക്കോട്ടോ. എൻ്റെ അത്യാവശ്യം ഒരു വേവി ടു കേളി ഹെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കേൾസ് അങ്ങനെ തന്നെ നിൽക്കുന്നത്. നിങ്ങളുടെ അത്യാവശ്യം സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കോട്ടോ. എൻ്റെ അത്യാവശ്യം ഒരു കേളി ഹെയർ മാതിരത്തെ ടൈപ്പാണ്. അതാട്ടോ ആ ഒരു കേൾസ് നിൽക്കുന്നത്. എങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിടക്കും. നമുക്ക് തൊട്ടുമ്പോൾ മനസ്സിലാവും. നല്ല ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഊരി പോരുക കൈ കൂടി മുടി. അതുമാതിരി സോഫ്റ്റായിട്ടാണ് കിടക്കുന്നത്. ഹെയറുണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് കിടക്കും. എനിക്കിങ്ങനെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് കിടക്കുന്ന കൂടുതൽ ഇഷ്ടം കേട്ടോ. ഉള്ള ഹെയർ ഹെൽത്തി ആയിട്ട് കിടക്കണം. നീണ്ടില്ലെങ്കിലും ഉള്ളില്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളത് മെനക്ക് കിടക്കുന്നതിനോടാണ് താല്പര്യം.
അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീക്ക്ലി ഗ്ലോ അപ്പ് റൊട്ടീൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.